ശ്രദ്ധിക്കണേ. ഞങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയല്ല ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പന് കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റി. പിന്നെ വെന്റിലേറ്ററിന് ദിവസം 20,000 രൂപ വാടക വേണ്ടി വരും. അതന്ന് തന്നെ അടയ്ക്കേണ്ടി വരും. ഉണ്ടാവുമല്ലോ അല്ലേ? അത് നോക്കാം. പ്രാർത്ഥിച്ചോ കേട്ടോ. എടാ, ഇനിയിപ്പം എന്താ ചെയ്യുക? ദിവസവും 10,000-20,000 രൂപ ഉണ്ടാക്കണ്ടേ നമ്മൾ? 20,000 രൂപ മതിയോ? അത് വാടക മാത്രമല്ലേ ആവുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ കൂടെ വേണ്ടേ? ഞാൻ അമ്മയെ വിളിക്കട്ടെ. ഹലോ. അമ്മേ, അപ്പായെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഉണ്ട്, ജോസുണ്ട്, ചങ്ങായുണ്ട്. ആയിക്കോട്ടെ. എന്താടാ? അമ്മയും അനിത്യന്മാരും കൂടെ പുറപ്പെട്ടിട്ടുണ്ട്. അവരിങ്ങെത്താറായി. നിങ്ങൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരണ്ടായിരുന്നു കേട്ടോ. അപ്പനെ അവർ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഞങ്ങൾ എന്തിനാ എത്ര പെട്ടെന്ന് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നേ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അമ്മേ, ഇനിയിപ്പോൾ ദിവസവും 25,000 രൂപയെങ്കിലും വേണ്ടി വരും. അതിനിപ്പോൾ എന്താ ഒരു വഴി? നമുക്കൊരു കാര്യം ചെയ്താലോ? നിന്റെ പാപ്പനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ചിലപ്പം പുള്ളിക്കാരൻ തരുമായിരിക്കും. നോക്കാം. അമ്മേ, സണ്ണി കൊച്ചേട്ടന്റെ കാര്യം ഒന്നും പറയണ്ട. ഇന്നലെ 1 മണി കഴിഞ്ഞപ്പോഴെങ്ങാണ്ടാ വന്നത്. അതിരാവിലെ പോകുന്നതും കണ്ടു. പോകുമ്പോഴും കാല് നില തുറച്ചിട്ടില്ല. അവൻ ഇനി നന്നാവുന്നൊന്നും തോന്നുന്നില്ല. എന്നാലും അവൻ അപ്പനോട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. സ്വത്ത് വാങ്ങിച്ചു കൊടുക്കാൻ അവന് കുടുംബമൊന്നും ആയില്ലല്ലോ. ഇവളുമാരുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അവൻ്റെ ആ വർത്തമാനത്തിൽ അപ്പൻ ആകെ തളർന്നുപോയി. ഇത്തിരി പ്രശ്നമുണ്ടെന്നല്ലാതെ ഒരസുഖവും ഇല്ലാത്ത ആളായിരുന്നു. രാത്രി കിടക്കാൻ നേരം കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോടൊന്നും മിണ്ടി പോലും ഇല്ല. വെളുക്കാൻ നേരം ഒന്ന് ചലിക്കാൻ പോലും ആകാതെ ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ. ഉറങ്ങുവാണെന്ന് കരുതിയേ. അമ്മേ, ഇത് ഹോസ്പിറ്റലാണ്, എല്ലാവരും കേൾക്കും. എടി, അമ്മ ഞാൻ കൂട്ടിക്കോ. ഒരു കാര്യം ചെയ്യ്, ഇനിയിപ്പം ബസ്സിന് പോകാൻ നിൽക്കണ്ട കേട്ടോ. ഒരു ഓട്ടോ കൂട്ടിപ്പോക്കോ. അവൻ എന്തിയേ? അപ്പുറത്തുണ്ട്. ഇന്നാ ഇതുകൊണ്ട് ഈ ബില്ലടയ്ക്കേ. ഞാൻ പോയി ബില്ലടച്ചേച്ച് വരാം. നമ്മളെന്തോ പറ്റിച്ചോണ്ട് പോകുന്ന അവരുടെ വിചാരം. ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇളയച്ചനെ കുടുംബക്കാരും ഒന്നും സഹായിച്ചില്ല. പെട്ടെന്ന് തിരിച്ചു കിട്ടിയാലെന്ന് കരുതിയിട്ടാവും. വാസുവേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് 50 സെന്റ് തെങ്ങിൻതോട്ടം വിൽപ്പനാ നേരം അത്യാവശ്യമാണെന്ന് കരുതി ആരും അതിന് വില പറഞ്ഞില്ല. പിള്ളേരച്ഛൻ പറഞ്ഞതിലും കൂടുതൽ വില കൊടുത്തു മേടിച്ചതാ. മൂത്ത മകനൊരു വീട് വെച്ചു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അമ്മ, അതാ കൊച്ചേട്ടൻ. അമ്മേ, നീ എന്നോട് മിണ്ടണ്ട. എനിക്ക് നിന്നെ കാണുകയും വേണ്ട. അമ്മേ, അമ്മേ, ഞാൻ ആ നേരത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞതാ. ഞാൻ അപ്പച്ചൻ ഇങ്ങനെ നാവെന്ന് വിചാരിച്ച് പറഞ്ഞതൊന്നല്ല. എന്റെ വെള്ളമടിയാണ് എല്ലാത്തിനും കാരണം. ഒടുക്കത്തെ വെള്ളടി. ഈശ്വര, ഒടുക്കത്തെ വെള്ളമടിയാണ് കാരണം. ഓർക്കാൻ പറ്റാത്ത വലിയ തെറ്റാണല്ലോ ഞാൻ ചെയ്തത്. ഇങ്ങനെയും കുറെ നാറികൾ വെള്ളം അടിച്ചിട്ട് ഓരോന്നുണ്ടാക്കി വെക്കും. എന്നിട്ട് അവസാനം നായ മോങ്ങുന്നപോലെ കുത്തിയിരുന്ന് ഇങ്ങനെ മോങ്ങും. ഒന്നിറങ്ങിപ്പോടാ. അപ്പോഴത്തെ ദേഷ്യത്തിനെന്താ പറഞ്ഞതാ ചേട്ടാ? എന്നോട് പൊറുക്കണം.
ഡോക്ടറെ, ഓക്സിജൻ മാസ്ക് മാറ്റി അദ്ദേഹം മരിക്കില്ലേ? വേറെ ഒന്നും ഇനി ചെയ്യാനുമില്ല. പിന്നെ എന്തിനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നേ? വെറുതെ എന്തിനാ പാവങ്ങളെ ഇങ്ങനെ കാവൽ നിർത്തുന്നേ? നീ ആ മോനെ ശ്രദ്ധിച്ചോ? നല്ല മോനവൻ. അവനോട് ഞാൻ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ അപ്പം മരിക്കുമെന്ന്. പക്ഷേ നീ പറയണം, എന്നാലേ ഞാൻ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നു. ഒരു മോനും പറയില്ലെന്നേ, കാരണം അവരുടെ മനസാക്ഷി അതിനെ അനുവദിക്കില്ല. ഞാൻ പറഞ്ഞിട്ടാണല്ലോ അപ്പം മരിച്ചെന്നൊരു കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ എന്ത് വിറ്റിട്ടാണേലും വായ്പ എടുത്തിട്ടാണേലും അവരിവിടെ ഇങ്ങനെ കിടത്തും. എൻ്റെ മോക്കെ 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ അഡ്മിഷൻ വാങ്ങിച്ചത്. പഠിക്കാൻ ലേശം മോശമായിരുന്നു. ബാക്കി ചിലവ്, വണ്ടിയുടെ EMI, അത് പിന്നെ മരുന്ന് കമ്പനിക്കാരടച്ചോളൂ. വീടിൻ്റെ പണി തീർന്നിട്ടില്ല, എല്ലാം നടക്കണ്ടേ? അതിനീ പാവങ്ങളെ മിണ്ടി പോകരുത്. ഞാൻ പറയുന്ന അനുസരിക്കാനാണ് നിനക്ക് ശമ്പളം തരുന്നത്. നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പിന്നെ എവിടെ പോയാലും നിന്റെ ഗതി ഇതൊക്കെ തന്നെയായിരിക്കും. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. പ്രാർത്ഥനകളെല്ലാം വിഫലമായി. ഓരോരുത്തർക്കും ഓരോ ആയുസ് പറഞ്ഞിട്ടില്ല. ഈശ്വരാ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ? എന്റെ മാതാവ്, എനിക്കൊന്ന് കാണാൻ പോലും പറ്റില്ല. എന്റെ മാതാവ്, കാലിൽ പിടിച്ചതും കാണാൻ പോലും പറ്റില്ല. ഈശ്വരാ, അവസാന നിമിഷം ഒരു ഈശോ മറിയം പോലും ചൊല്ലിക്കൊടുക്കാൻ പറ്റാതെ ദാഹിച്ച് ചുറ്റിനും നോക്കിയിട്ടുണ്ടാവില്ലേ? ഒരിട്ട് വെള്ളം വായിലൊഴിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. നമ്മളെയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? ആരെയും കാണാതെ ആ കണ്ണുകൾ നമ്മളെയൊക്കെ തപ്പിയിട്ടുണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞപ്പോൾ മുറുക്കെ പിടിച്ച കൈകൾ ഒന്നമർത്തി പിടിക്കാൻ പോലും പറ്റിയില്ലല്ലോ. ദൈവമേ, നീ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടിട്ടത്? എന്റെ ഈശോയെ, എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലോ. ഒരു 5-6 ദിവസം കൂടി അവിടെ കിടക്കേണ്ട മനുഷ്യൻ എങ്ങനെയാടി? ഇന്ന് തന്നെ പോയേ. എനിക്കിനി നിങ്ങളുടെ ജോലി വേണ്ട. പാവപ്പെട്ട മനുഷ്യരെ പിഴിഞ്ഞും കള്ളത്തരം കാണിച്ചും നിങ്ങളുണ്ടാക്കിയ വീതം പറ്റാൻ ഞാനില്ല. അവസാനം നിങ്ങളുടെയൊക്കെ ഗതി ഇത് തന്നെയായിരിക്കും. അന്ന് മറിച്ച് ചിന്തിക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങളും ഇതേപോലെ അനങ്ങാൻ പറ്റാത്തൊരു പെട്ടിയിലായിരിക്കും. ഞാൻ എൻ്റെ മക്കളെ തൊഴിലുറപ്പിന് പോയോ കൂലിപ്പണിക്ക് പോയോ വളർത്തിക്കൊള്ളും.